Hello, Assalamu alaikum. Welcome to my channel Bishis Love. Bishis Loveലെ ഒരു another വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഡ്രൈ ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് മേക്ക് ചെയ്യാൻ പോകുന്നത്. സോ അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സർ ജാർ എടുത്തിട്ട് അതിലേക്ക് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള ചിക്കൻ അനുസരിച്ചിട്ട് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ്സ് തീരുമാനിക്കാൻ. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനായിട്ടുള്ള വെളുത്തുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നില്ല. അതാണ് ടിപ്പ് നമ്പർ 1. വെളുത്തുള്ളി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ തൈര് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ടേമറിക് പൗഡർ, ഒരു 1/2 ടീസ്പൂൺ നോർമൽ ചില്ലി പൗഡർ, പിന്നെ വേറെ ഒരു മസാല പൗഡേഴ്സും ഇതിൽ ചേർത്ത് കൊടുക്കണ്ട. നന്നായിട്ട് കഴുകി വെച്ച് ചിക്കൻ മാറ്റി വെക്കണം. ചിക്കൻ്റെ വലുപ്പം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. വളരെ ചെറുതാക്കി എടുക്കരുത്, വളരെ വലുതാക്കി എടുക്കരുത്. ഒരു പാകത്തിനുള്ളൊരു വലുപ്പത്തിൽ മാത്രം ചിക്കൻ എടുക്കുക. ചില്ലി ചിക്കൻ എപ്പോഴും ചെറിയ പീസായിരിക്കും ഉണ്ടാവാറുള്ളത്. ഇനി നമ്മൾ പേസ്റ്റാക്കി വെച്ച മസാല കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ആവശ്യത്തിനുള്ള സോൾട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. 20 മിനിറ്റ് എങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. കൂടുതൽ ടൈം കിട്ടുന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെയെങ്കിലും വെക്കണം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന ടൈമിലാണ് ഇവിടെ നാം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. മാരിനേറ്റ് ചെയ്യുന്ന ടൈമിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കരുത്. ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ മാത്രം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മസാലകളൊക്കെ ഒന്ന് കുഴച്ചെടുക്കുക. ഇത് വീഡിയോൻ്റെ കളർ കൊണ്ടും പിന്നെ ഞാൻ ഇതിലേക്ക് കൂടുതൽ ഫുഡ് കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കളർ കുറച്ച് കുറവായിരിക്കും. നിങ്ങൾ ചെയ്യുമ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അപ്പോൾ നല്ല കളർ കിട്ടണമെങ്കിൽ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യുക കേട്ടോ. അല്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെക്കുക. അതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് ഓഡർലെസ് ആയിട്ടുള്ള ടേസ്റ്റ്ലെസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓയിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കറിവേപ്പില, പച്ചമുളക്, ഗാർലിക്കൊക്കെ ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് പാകത്തിന് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. തിരിച്ചും മറിച്ച് ഇട്ടിട്ട് വേണം, ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊരിച്ചെടുക്കാം. ലാസ്റ്റ് ടൈമിൽ മാത്രം ഒന്ന് ലോ ഫ്ലെയിം ആക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ റെസ്റ്റോറൻറ്റിലൊക്കെ നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന ഒരു സൈഡ് ഡിഷായിട്ടുള്ള ഡ്രൈ ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഇതുപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യുക. എൻ്റെ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യുക. മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അസ്സലാമു അലൈക്കും.